ഹേ ഗായ്സ്, അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ എഗെയിൻ ഒരു ഔട്ടിംഗ് വ്ളോഗാണിത്. ഇന്നത്തെ ഔട്ടിംഗ് ഒരു വെൽ പ്ലാനഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും സൈനൊക്കെ ഇട്ട് ഇറങ്ങി. നല്ല വെയിലായിരുന്നു. ഇന്നത്തെ ഔട്ടിങ്ങിന് ഞങ്ങൾക്ക് കുറച്ചധികം പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് കുറിച്ചിയിൽ പോയിട്ട് പിന്നെ അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഹോസ്റ്റലിൻ്റെ അടുത്ത് പുതിയ റെസ്റ്റോറൻറ്റ് വന്നിക്കൊണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വരാമെന്നായിരുന്നു. അപ്പോൾ ഫസ്റ്റിന് കുറിച്ചിയിൽ ബസ് നിർത്തിയില്ല. പിന്നെ എൻ്റെ ഒപ്പം പോകുന്ന കുട്ടിയുടെ ഭാഗ്യം കൊണ്ടാണെന്ന് അറിയില്ല, ബസ് കയറിയപ്പോൾ തന്നെ പഞ്ചറായിട്ടോ. പിന്നെ എന്നത്തെയും പോലെ തന്നെ ആസ് യൂഷ്വൽ നമ്മൾ കോവയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ചെന്നാൽ വലിയ പ്ലാനൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു, ഫോട്ടോസ് എടുത്തു. പശുവുണ്ട് കോവയില്, പട്ടികളുണ്ട്, പിന്നെ പന്നികളുണ്ട്. കുറേ സോളോ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്നിട്ട് ഫോട്ടോ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്തു തരാൻ ആരാന്ന് നിങ്ങൾ നപ്പുമ്പോഴാണ് ഒരാളെ കണ്ടത്. അയാൾ ഞങ്ങളെയും കാട്ടി വലിയ ഇൻട്രോവേർട്ട്. ഞങ്ങൾ വരുമ്പോൾ ഫോൺ വിളിക്കണ മാതിരി ആക്ട് ചെയ്യുക. അപ്പം ഞങ്ങൾ തന്നെ എവിടേക്കൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം അവിടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോയി ഇതിന് തൊട്ടടുത്തുള്ള പേർഷ്യൻ ഖുറൈശി മന്തിക്കാട്ടോ. ഞങ്ങൾ ഇവിടെ പോകാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ ഒരു മന്തി കഴിക്കാൻ ആഗ്രഹം വന്നപ്പോൾ കയറിയതാട്ടോ. പിന്നെ ഞങ്ങൾ ഇതുവരെ ഇവിടുന്ന് മന്തി ട്രൈ ചെയ്തിട്ടുള്ള, അപ്പോൾ ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്തത് ജല്ലിക്കെട്ട് മന്തി. കുറച്ചധികം ടൈം എടുത്തെങ്കിലും മന്തി അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മന്തി ആയിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും പോയത് കോവയ്ക്ക് തന്നെ കേട്ടോ. എത്ര ആയിട്ടും ടൈം പോകുന്നില്ല. അപ്പം ഞങ്ങൾ പിന്നെയും കോവയിൽ പോകാമെന്ന് കരുതി പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയായിട്ടത് നല്ല വൈബൊക്കെ അടിച്ചിരിക്കുന്ന ചെക്കന്മാരായിരുന്നു കേട്ടോ. സെക്യൂരിറ്റി വന്നവരെ ആട്ടി. അത് കണ്ട് കുറേ നേരം ഞങ്ങൾ ചിരിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറി തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. ഇത് ഫ്രീ ബസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ടിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ആദ്യമായിട്ടിട്ട് ഇങ്ങനെയൊക്കെ ഉക്കടത്തിന് ഞങ്ങൾക്ക് ഹോസ്റ്റലിലേക്ക് പോകുന്ന ബസ്സിൽ നല്ല തിരക്കും അങ്ങനെയൊക്കെ എടുത്ത് ഞങ്ങൾക്ക് ഇരിക്കാനും സീറ്റ് കിട്ടി. നല്ല വൈബില്ല പാട്ടുകളൊക്കെ. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ പോവുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ അടുത്ത സ്ഥലം പോകുന്നത് ബാഗ് ഗ്രിൽസിലായിരുന്നു. ഹോസ്റ്റലിലത്തെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പാർസൽ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാർസൽ വാങ്ങുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ടൈം പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു മാംഗോ ജ്യൂസും ഓറഞ്ച് ജ്യൂസും വാങ്ങി. അങ്ങനെ ഞങ്ങൾ അവർക്കുള്ള ഫുഡൊക്കെ പാർസലാക്കിയിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടോ. കറക്റ്റ് ടൈമിന് ഹോസ്റ്റലിലേക്ക് എത്തുകയും ചെയ്തു. പിന്നെ അതൊക്കെ സൈനൊക്കെ ഇട്ടു. പിന്നെ നല്ല വെയിലായതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഔട്ടിങ് നല്ലൊരു ടയേർഡായിട്ടുള്ള ഔട്ടിങ് ആയിരുന്നു. അപ്പം